ശ്രീ വി മുരളീധരൻ, ഇപ്പോൾ പുറത്തു വന്ന 7 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 6ഉം BJPക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. വലിയൊരു മുന്നേറ്റം തന്നെ, ചെറിയ മുന്നേറ്റമല്ല. 60 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് BJPക്ക് എന്ന് പറയുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് നിരാശാജനകമായ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരിക്കുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന് പറയുന്ന ഫലങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു അത്ഭുതമില്ല. ഒന്ന്, കോൺഗ്രസിനെ ഡൽഹിയിലെ ജനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് തിരസ്കരിച്ചിരിക്കുകയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും. മാത്രമല്ല, കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വം, ആ നേതൃത്വത്തിന് സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ ക്ഷേമത്തിൽ ഒരു താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആം ആദ്മി പാർട്ടി ഇത്രയും കാലം ജനങ്ങളെ അവർ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാകുന്ന കാര്യം വരുമ്പോൾ അതുമായിട്ട് അവരുടെ പ്രഖ്യാപനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് ഭരണത്തിൽ വന്ന് സ്വന്തം ആഡംബരപൂർണമായിട്ടുള്ള സ്വന്തം ജീവിതം, അതാണ് ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ജനങ്ങളുടെ ഈ തിരിച്ചറിവ് പ്രകടമാക്കുന്ന ഒരു ഫലമായിരിക്കും. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അത് എക്സിറ്റ് പോളിലൂടെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അലയടിക്കുന്നു എന്നുകൂടി ഈ ഒരു ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ഈ മദ്യനയ അഴിമതി ഉൾപ്പെടെ അവസാനത്തെ യമുന നദിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വരെ കേജ്രിവാളിനെ വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ജനങ്ങളിൽ അത്രത്തോളം ഒരു വിരോധം AP സർക്കാരിനോട് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് ഭരണത്തിൽ വരികയും അതേസമയം സ്വന്തം പാർട്ടിയുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആ ശ്രമങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആ മദ്യനയ തട്ടിപ്പിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള ഒരാളാണ് ഇപ്പൊ പാലക്കാട് ഈ ഡിസ്റ്റിലറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേജ്രിവാൾ പിണറായി ധാരണ അവിടുത്തെ അഴിമതിക്കാർക്കെതിരായിട്ട് ഡൽഹിയിലെ ജനങ്ങൾ നടത്തിയിരിക്കുന്ന വിധിയെഴുത്ത്, ആ വിധിയെഴുത്ത് വരും ദിവസങ്ങളിൽ കേരളത്തിലും കൂടി നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.